അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലൈക്കും അസ്സലാം. ഓക്കെ, മോർണിംഗ് മാം. അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ദിവസം എന്തായിരുന്നു? സെൽഫ് ലവിന്റെ ജേണിയിലായിരുന്നു അല്ലേ? ദെൻ നെക്സ്റ്റ് ഡേ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇന്ന് നമ്മള് ഡേ 6-ലാണുള്ളത്. സിമ്പിൾ അല്ല അല്ലേ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്? കേൾക്കുമ്പോൾ സെൽഫ് ലവ്, ഹാപ്പി മോർണിംഗ്. ഓക്കെ, കേൾക്കുമ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ചെറിയ ചെറിയ അപ്പ് ആൻഡ് ഡൗൺസിലൂടെയും ഡിഫിക്കൾട്ട് ആവും. ചിലപ്പോൾ മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടാവും. എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലോ നല്ല അടിപൊളിയാണ്, നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു രസമുള്ളൊരു കാര്യമാണ് അല്ലേ? ഉം. അപ്പം നമുക്ക് ഡേ 1 മുതൽ ഡേ 5 വരെ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഡേ 1 ഡേ 6 നമ്മൾ എത്തി എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നു, സെലിബ്രേറ്റ് യുവർ സ്മോൾ തിങ്സ്. ഓക്കെ, പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിലുമായോ? ഫായിസ് സർ, താങ്ക് യു സോ മച്ച്. ജോസഫ് സർ, ഓക്കെ. വീഡിയോ മോഡിൽ വരുമ്പോഴാണ് നിങ്ങളുടെ ഒരു അറ്റൻഷനും എനിക്കും ക്ലാസ് എടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജിയാണ്. ഓക്കെ, ഓക്കെ, ബി ഹിയർ ഇൻ വീഡിയോ. ദെൻ ഡേ 1 മുതൽ ഡേ 6 വരെ നമ്മൾ എത്തി. നാളത്തോടെ നമ്മളൊരു ബ്യൂട്ടിഫുൾ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ? ചെറിയൊരു ജീവിതമാണ് നമ്മുടെ, കുറഞ്ഞ് ഒരു 3.25 നാഴി എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയൊരു ജീവിതമാണ് നമ്മളുടെ. അതിൽ ഇന്ന് എന്താവും നാളെ എന്താവും എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് കളയണ്ട. വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക്. അപ്പം നാളെ സന്തോഷിക്കാം, അല്ലെങ്കിൽ എനിക്ക് 1 കോടി കിട്ടിയാലേ സന്തോഷമാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് നമ്മൾ കണ്ടീഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സന്തോഷത്തിന്. അപ്പം ആ, നാളെ നീളേന്ന് അങ്ങോട്ട് പോവും. അപ്പോൾ ഓരോ മൊമെന്റ്സും, ഓരോ സ്മോൾ സ്മോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വളരെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി നിങ്ങളെ ലൈഫിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും സന്തോഷിക്കാൻ പഠിക്കാം. സന്തോഷിച്ച് സന്തോഷിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. വീണ് കിട്ടുന്ന എല്ലാ അവസരങ്ങളും സെലിബ്രേഷൻ മോഡിലോട്ട് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ലൈഫ് ഒരു സെലിബ്രേഷൻ മോഡിലോട്ട് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത്രയും ദിവസത്തെ മിറർ വർക്കിൽ നമ്മൾ കടന്നുപോയത് അല്ലേ? ഓരോ മൊമെന്റ്സും നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഡേ 1 നമുക്ക് അറിയില്ല, നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല നമ്മളെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് അല്ലേ? നമ്മള് നമ്മൾ ഫസ്റ്റ് ഡേയിൽ എന്താ പറഞ്ഞത്? ഞാന് എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് നമ്മളോടുമായിട്ട് വല്ലാത്ത പ്രണയം തുടങ്ങി അല്ലേ? ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണാടിയിലും നമ്മുടെ ഫോട്ടോസിലും നമ്മുടെ റിഫ്ലക്ഷൻ എവിടെയാണോ കാണുന്നത് അവിടെ ഒക്കെ നമ്മൾ നമ്മളോട് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളോടൊരു പ്രണയം ഉണ്ടാക്കി തുടങ്ങി. ഓക്കെ, പിന്നെ ഡേ 2 നമ്മൾ എന്താ പറഞ്ഞത്? ഞാൻ എന്നോട് വളരെ സ്നേഹത്തോടെയും കരുണയോടെയും മാത്രമേ സംസാരിക്കുള്ളൂ അല്ലേ? ഞാൻ ഇനി കുറ്റപ്പെടുത്തിയിട്ടോ, നമ്മുടെ സെൽഫ് ടോക്ക് വളരെയധികം ശ്രദ്ധിക്കും എന്നുള്ളത് നമ്മൾ പ്രോമിസ് ചെയ്തു. 3-ാമത്തെ ദിവസമോ നമ്മള് നമ്മുടെ സങ്കടങ്ങളും പേടിയും വിഷമങ്ങളും ഒക്കെ അങ്ങ് വിട്ട് കളയാൻ റെഡിയായി അല്ലെ? വിട്ട് കളഞ്ഞു എന്നുള്ളതാ അല്ലെ? ആ ഒരു ബട്ടൺ അമർത്തിയിട്ട് സൈഡിൽ നിന്ന് പഴയ സംഭവമൊക്കെ എടുത്ത് അങ്ങ് കളഞ്ഞു. ഓക്കെ, ഇനി ഡേ ഡേ 5-ലോ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആ ചെറിയ വലിയ ആഗ്രഹം ഉണ്ടല്ലോ, അതേപോലെ തന്നെ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആ ചെറിയ വലിയ ആഗ്രഹം നമ്മൾ വിട്ടുകളയാൻ തീരുമാനിച്ചു. ഇനി നമ്മള് ആ, എന്തായിരുന്നു? സോറി, ഡേ 4 വിട്ടുപോയി അല്ലെ? ഡേ 4 എന്താണ്? നമ്മളെ അംഗീകരിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. നമ്മളെ അപ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഡേ 5-ലാണ് നമ്മൾ പറഞ്ഞ എന്താണ്? ഐ റിലീസ് ദ ഓൾ നീഡ് ടു ക്രിട്ടിസൈസ് മൈ സെൽഫ് ആൻഡ് ക്രിട്ടിസൈസ് അതേഴ്സ് അല്ലേ? ആ, ഇവിടെയാണ് നമ്മൾ എത്തിയത്. സോ സെലിബ്രേറ്റ് അല്ലേ? ബ്യൂട്ടിഫുൾ 5 days നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ അപ്രിസിയേഷനും മറ്റുള്ളവരുടെ അംഗീകാരവും മറ്റുള്ളവരെ അംഗീകരിക്കണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ദാ ആ ഷോൾഡറിൽ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് "ഈ അടിപൊളിയാണ്, ഓക്കെ, അപ്രിഷിയേറ്റ് ചെയ്യാം. ഡാർലിംഗ്, ഐ ലവ് യു സോ മച്ച്, ഐ എം പ്രൗഡ് ഓഫ് യു, അല്ലേ, ഞാൻ നിന്നെ എനിക്ക് നിന്നെ ഭയങ്കര അഭിമാനമാണ് നിന്റെ കാര്യത്തിൽ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം. ഇത് ആക്ച്വലി പുറത്ത് കാണുന്നവർക്ക് മേ ബി സെൽഫ് ലവ് എന്താണെന്ന് അറിയാതെ നിങ്ങൾ ചിലപ്പം കണ്ണാടിയുടെ മുന്നിൽ വട്ടായി പോയോ എന്ന് ചിന്തിക്കും. അപ്പം ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്യാം കേട്ടോ. മറ്റുള്ളവർക്ക് അറിയില്ല, അറിയാത്തവർക്ക് ഇതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ ലൈഫിൽ റിലേഷൻഷിപ്പിലാവട്ടെ, ഹെൽത്തിലാവട്ടെ, വെൽത്തിലാവട്ടെ, വാട്ടെവർ ഏത് ഏരിയയിലാവട്ടെ നമുക്ക് പ്രശ്നങ്ങളുള്ളത്, അതിൽ നിന്ന് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എവിടുന്നാണ്? നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്ന മൊമെന്റ് മുതലാണ്. EFTയിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ? ഒരുപാട് പേർക്ക് സമാധാനം കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. എന്താണ് അവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്? എന്താണ്? നമ്മളെ സ്നേഹിച്ച് തുടങ്ങുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുമായിട്ട് അഡ്വാൻസ് ഒക്കെ കഴിയുമ്പോഴേക്ക് നമ്മളായിട്ട് നമ്മളെ ഉള്ളിലൊരു തെറാപ്പിസ്റ്റിനെ നമുക്കൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാത്തിനുള്ള മരുന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ കിട്ടുന്നുള്ളതാണ്. അപ്പം ഡേ 6ന്റെ ടാസ്കിലേക്ക് നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് റെഡി എന്ന് ചാറ്റ് ബോക്സിലിട്ടെ. റെഡി? നിങ്ങൾ ഈ ജേർണി എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോ ഇന്നു മുതൽ ഇവിടെ ശരിക്കും പറഞ്ഞാല് സ്റ്റോപ്പ് ഇവോൾവിങ് സ്റ്റോപ്പ് സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് സ്റ്റാർട്ട് ഇവോൾവിങ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത് നമ്മൾ നിർത്തുകയാണ്. നമുക്ക് പ്രശ്നങ്ങളുണ്ടല്ലേ? താങ്ക് യു. ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ പ്രശ്നങ്ങളെക്കാൾ വലുതാവാണ്. ഇപ്പം അഡ്വാൻസ് EFT കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റും, നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനും മേലെ ആയിരിക്കും നിൽക്കുക, അല്ലേ? എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വലുതാവുകയല്ല, എന്താണ്? പ്രശ്നങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു പവർ, ആ ഒരു ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെൽഫ് ലവ്, നമ്മളുമായിട്ട് വല്ലാത്തൊരു സെൽഫ് ലവിനാവുന്ന സമയത്ത് നമ്മൾ എന്താണ്? നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ നമ്മൾ വലുതാവും എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മള് ഡേ 6 അല്ലേ? നാളത്തോടെ നമ്മളൊരു ബ്യൂട്ടിഫുൾ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നാളെയാണ് നമ്മളെ കലാശക്കൊട്ട് അല്ലേ? നാളത്തോടെ നമ്മൾ ഈ ജേണി കംപ്ലീറ്റ് ചെയ്ത് ഇതിവിടെ തീരുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പം ഇൻസ്പേഴ്സ് അക്കാദമിയിൽ ഈ ഒരു ഫാമിലിയിൽ ഒത്തിരി പേര് വളരെ ആത്മാർത്ഥതയോടെ ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ CC മാരുമായിട്ടോ അഡ്മിനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കൗതുകം തോന്നും. ഇന്ന് വരെ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലേ? നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമല്ലേ? അല്ലേ? മേ ബി ആനിവേഴ്സറിക്ക്, ബർത്ത്ഡേക്ക്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും പുറത്ത് അബ്രോഡൊക്കെ പോയി വരുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി മാത്രം അവര് അറിഞ്ഞ് ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് തരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നൂലേ നമുക്ക്? അതെന്തോ ആയിക്കോട്ടെ, ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടാസ്ക് എന്താണെന്ന് അറിയാം? സെൽഫ് ലവിന്റെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം, ഒരു ഗിഫ്റ്റ് നമ്മൾ നമുക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാൻ. അത് എന്തും ആവാം. അത് വലിയ ഐഫോണോ വലിയ മാക്ബുക്കോ അങ്ങനെയൊന്നും അല്ല, ചെറിയ ചെറിയൊരു കാര്യം. ഓക്കെ, ചിലപ്പം ഒരു ഐസ്ക്രീം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം കഴിക്കുന്നതാവാം. അല്ലെങ്കിൽ ലേഡീസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഒരു ലിപ്സ്റ്റിക്ക്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകണം.
അല്ലെങ്കിൽ വല്ല എന്താ പറയാ, നമുക്ക് അത്രയും ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതെന്താണ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് കിട്ടിയാൽ നിങ്ങൾ ഒരുപാട്, അത് കാര്യം എത്ര വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല, അത് കിട്ടിയാൽ നിങ്ങൾ ഒരുപാട് ഹാപ്പിയാവും. സോ ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? അതുപോലെ നിങ്ങൾ ഡേ 6 നമ്മുടെ സെൽഫിലൊരു ടാസ്ക് എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഉം. കൊടുക്കൂലേ? ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ സിമാരുമായിട്ടോ അഡ്മിനുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് ജസ്റ്റ് അയക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇതിന് എത്രത്തോളം സന്തോഷമായിട്ട് എന്നിട്ട് അത് ഫീൽ ചെയ്യുക. ഓക്കെ, അത് എന്താ പറയാ, നിങ്ങൾക്ക് അത്രയും പ്രിഷ്യസ് ആണ്. ഓക്കെ, അപ്പം അത് എന്തായാലും കൊടുത്തിരിക്കണം. കൊടുക്കൂലേ? ആർ യു റെഡി? എന്തായാലും കൊടുക്കൂലേ? അതെന്തോ ചിലപ്പോൾ ഒരു കുഞ്ഞ് കൺമശിയാവാം, ചിലപ്പം അത് എന്തോ ആവാം. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെ ലൈഫിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? വേറെ ആരും തന്നിട്ടില്ല. അല്ല, ഹസ്ബൻഡ് സർപ്രൈസ് തന്നില്ല. പിന്നെ ഈവൻ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ എന്ത് മേടിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻകറിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വല്ല ചിക്കൻ ബിരിയാണി, അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്കത്. ഓക്കെ, താങ്ക് യു. ചെയ്യാത്തവര് ചെയ്യാം. ഓക്കെ, ചെയ്യാത്തവരാണെങ്കിലും നാളെ നിങ്ങൾ വരുമ്പോൾ, സെഷനിലേക്ക് വരുമ്പോൾ ഗിഫ്റ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണം കേട്ടോ. റെഡിയല്ലേ എല്ലാവരും? ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആ ഒരു ഫീലിങ്സ്, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പം നിങ്ങളത് ഫോട്ടോ ആയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിലും സോ ഹാപ്പി. ഈ എഫ്ഡിയിൽ കേറുന്നതിന്റെ മുമ്പ് ഏതൊന്നും അറിയില്ല. ഇനിയിപ്പൊ കേറിയ ദിവസം കൊടുത്തു നോക്കുമ്പോ ഇനി കൊടുക്കാൻ കിട്ടണുണ്ടല്ലോ. യാ, ചെറിയ തീർച്ചയായിട്ടും അതാണ് EFT. അപ്പം അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പം എത്ര വലിയ പ്രായമായാലും നമുക്കൊരു കീ ചെയിൻ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കീ ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ആവാം, അല്ലെങ്കിൽ എന്തും വാട്ടവർ നിങ്ങൾക്ക് കിട്ടിയാൽ അത് വലിയ കാര്യം എന്നുള്ളതല്ല, കുഞ്ഞു കുഞ്ഞു കാര്യം. വളരെ സ്മോൾ തിങ്സ്, അതിൻ്റെ ഒരു സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതിനേക്കാളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശീലിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കൂലേ? ഓക്കെ, ഓക്കെ, എല്ലാവരും ഒന്ന് യെസ് അയച്ചേ. ആ ഒരു ചാറ്റ് ബോക്സിൽ യെസ് ടൈപ്പ് ചെയ്യൂ. യെസ് മാം. ഓക്കെ, മാം ഒരു കാര്യം പറഞ്ഞില്ലേ, സ്റ്റോപ്പ് സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഇവോൾവിങ്. ഇവോൾവിങ്. ഓക്കെ മാം, ഒരു ഡൗട്ട്. പൊതുവെ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാറില്ലേ? അപ്പം വാങ്ങുന്നത് എന്നതിനേക്കാളും ആ ഒരു ഫീലിങ്സ് കൊണ്ടുവരില്ലാണോ ഇമ്പോർട്ടന്റ്? അതെ, അത് നിങ്ങൾക്ക് വളരെ അത് നിങ്ങൾ തന്നെ ആലോചിക്കുക. അത് ചിലപ്പോൾ ഒരു ബുക്ക് ആയിരിക്കാം, ചിലപ്പം അത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്കല്ലേ അറിയാം അല്ലേ? അപ്പം അതിൽ നിങ്ങൾക്കൊരു ഫീലിങ്സ് കിട്ടും, അത് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു, ലൈഫ് ചെറുതാണ്, സെലിബ്രേറ്റ് ചെയ്യുക. ഒന്നുകിൽ എന്തെങ്കിലും പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ വല്ല വാക്കിന് പോവുകയോ, ഇനി ഡോറൊക്കെ അടിച്ചൊരു വല്ല കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് വല്ല ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയോ ഒക്കെ ആയിട്ട് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം. ചിലപ്പം സ്കൂൾ ടൈമിലൊക്കെ അല്ലെങ്കിൽ ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പ്രണയിക്കുന്നവരൊക്കെ എന്തൊരു ഹാപ്പിയാണ് അല്ലേ? അപ്പം നമ്മളുമായിട്ട് പ്രണയിച്ചിട്ട് ആ ഒരു ഹാപ്പിനെസ്, ചിലപ്പം ഈവൻ ഒരു ഹണിമൂൺ സ്റ്റേജിലൊക്കെ നമ്മൾ ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം അതുപോലെ ഇത് വെറും ഒരു കണ്ണാടി ഇനി വേണ്ട ഒന്നും. ഞാനൊക്കെ മിറർ പ്രാക്ടീസ് ചെയ്ത സമയത്ത് എനിക്ക് കൊടുത്ത ഗിഫ്റ്റ് ഒരു കുഞ്ഞു അടിപൊളിയായിട്ടുള്ള മിററാണ്. ഓക്കെ, അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്തോ ആവും എന്ന് വെച്ചാൽ എല്ലാവരും മിറർ കൊടുക്കണം എന്നല്ല, അത് കുഞ്ഞു കാര്യമാണ് എന്നതിലല്ല, നിങ്ങളുടെ സന്തോഷത്തിലാണ് കാര്യം. ഓക്കെ,
അപ്പം സോ ഹാപ്പി നിങ്ങൾ ഇത്രയും ദിവസം ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ വന്നതിൽ. ഇനി നാളെ നമ്മൾ ലാസ്റ്റ് ഡേ ടാസ്കുമായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സെലിബ്രേറ്റ് യുവർ സ്മോൾ തിങ്സ്. അപ്പം ഡേ 1 മുതൽ ഡേ 6 വരെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഇൻസ്പേഴ്സ് അക്കാദമി എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷനോടെയാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഹ്യൂമൻ സഫറിങ് അല്ലേ, നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ അധിക പേരും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഓരോ വിഷമങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പം ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഹ്യൂമൻ സഫറിങ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൺ ഹീൽഡ് പേഴ്സൺ ഇൻ എ ഫാമിലി, ഒരു ഫാമിലിയിൽ ഒരു ഹീൽഡ് പേഴ്സൺ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തം രക്ഷപ്പെടും. അത് ആ വീട്ടിലെ ഉമ്മയോ അല്ലെങ്കിൽ അവിടുത്തെ നെടുന്തൂണായിട്ടുള്ള ഒരാളാണെങ്കിൽ, മാനേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വീട് മൊത്തം രക്ഷപ്പെടും. അങ്ങനെ ഓരോ വീടും വളരെ സമാധാനവും സന്തോഷത്തിലാവുമ്പോൾ അബണ്ടൻസും സക്സസും ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈവൻ പ്രശ്നങ്ങളില്ല എന്നല്ല ലൈഫിൽ, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോപ്പ് എന്താ പറയാ സോൾവിങ് ആൻഡ് സ്റ്റാർട്ട് ഇവോൾവിങ് അല്ലേ. നമ്മൾ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ അതിനേക്കാൾ നമ്മൾ വലുതാവുക എന്ന് പറയും. അതൊരു ചെറിയൊരു കോട്ടാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ വലുതാവുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചെറുതാണ്, അതൊക്കെ എന്ത് അല്ലേ, ചെറിയ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ ഈസി ആയിട്ട്, എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന വളരെ കൂളായിട്ടുള്ള ഒരു മോഡിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു ഹീലിംഗ് ജേർണിയിലേക്ക് കിടക്കുക. പറ്റാത്തവര് റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ റെഫർ ചെയ്യുക, എല്ലാവരെയും രക്ഷപ്പെടുത്തുക. എൻ്റെ ഹ്യൂമൻ സഫറിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അഡ്മിൻ്റെ നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും ദിവസം നമ്മൾ എന്താണ് വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു 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 ടാസ്കുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നാളെ അടുത്ത ടാസ്കുമായിട്ട്, അതായത് ഡേ 7 ടാസ്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഡേ 5, അതായത് 5-ാം തീയതി സാറിൻ്റെ ഒരു അബണ്ടൻസ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് 3 ഡേയ്സിന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് എന്തൊക്കെ സന്തോഷം, എന്തൊക്കെ സെൽഫ് ലവ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പണം വേണം അല്ലേ. പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണ്, മണി ബ്ലോക്കാണ്. കടം കൊടുത്ത പൈസ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പണം നമ്മളെ ലൈഫിലേക്ക് വരുന്നില്ല. ഒരുപാട് പണമായിട്ട് നമ്മളൊക്കെ വിചാരം എനിക്ക് ഭാഗ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പണം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഭാഗ്യം കൊണ്ടല്ല. പിന്നെന്താണ്, അതൊരു എനർജിയാണ്. പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഓക്കെ, അപ്പം ആ ഒരു എനർജി നിങ്ങൾ അൺലോക്ക് ചെയ്താൽ അബണ്ടൻസ് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. ആ ഒരു നമ്മുടെ EFTയിലൊക്കെ പഠിക്കും, എന്താണ് മണിയുടെ ഒരു എനർജി നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. ആ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അബണ്ടൻസ് ബൈ അഡ്വാൻസ് കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾക്ക് ആ ഒരു ബൈ പ്രാക്ടീസ് നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരു 430 അബോവ് ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണം നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊന്നും എഫേർട്ട് ഇടാതെ തന്നെ നമ്മൾ അത് അൺലോക്ക് ചെയ്ത് അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്ന അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ. സോ പലപ്പോഴും നമുക്ക് പണം വരാത്തതിന് കാരണം നമ്മൾ ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ കേട്ട് വന്നിട്ടുള്ള പണക്കാര് നല്ല ആൾക്കാരല്ല, അല്ലെങ്കിൽ പണം വന്നാൽ ചീത്തയായി പോവും, അല്ലെങ്കിൽ എനിക്കതിനൊന്നുള്ള യോഗ്യതയില്ല, ഞാൻ പോരാ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ നമ്മൾ വളരെ ചിലപ്പം കുറച്ച് കഷ്ടപ്പാടിലൊക്കെ ജീവിച്ചു വന്നതാണെങ്കിൽ അന്ന് കിട്ടിയ കുറച്ച് കണ്ടീഷനിങ്, അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കോ എന്നുള്ളൊരു പേടി, പിന്നെ കുറെ ചിലപ്പം പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പണം വേണ്ടാത്ത രീതിയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാവും അപ്പം അത് രീതിയിലുള്ള ഗിൽട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, അധിക പേരും ഉണ്ടാവും അങ്ങനെ. ഈവൻ ഒരു പോയിന്റിൽ ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. സോ ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മണി ബ്ലോക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സർ കറക്റ്റ് നിങ്ങൾക്കത് അതിൻ്റെ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്കത് കാണിച്ചു തരും. പിന്നെ ഇതിൻ്റെ ഒരു മണി ബ്ലോക്സ് മറികടക്കാൻ നമുക്ക് ഇമോഷണൽ റിലീസ് ടെക്നിക്ക്, നമ്മുടെ EFTയിലുള്ള തന്നെ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരും. അതേപോലെ തന്നെ മണീനെ
മൈൻഡിനെ ഒരു മണി അബണ്ടൻസ് മോഡിലേക്ക് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാം വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ടൂളാണല്ലേ. അപ്പം ഡീപ് വിഷ്വലൈസേഷൻ, ഇന്നർ വിഷ്വലൈസേഷൻ വഴിയിട്ട് നിങ്ങൾക്ക് മണി എനർജിയിലേക്ക് എങ്ങനെ അലൈൻ ചെയ്യാന്നുള്ളതും കാര്യങ്ങളെ കുറിച്ചുമായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്കല്ല, അതൊരു ഫീലിംഗ് ആണ്. അതൊരു പ്രാവശ്യം ആക്ടിവേറ്റ് ചെയ്താൽ, അതൊരു പ്രാവശ്യം നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് ഡേ 5-ലാണ്. ഡേ 5 ഡേ 1 എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഡേറ്റ് ഒക്കെ ഡേ പറയൽ തുടങ്ങി കേട്ടോ. അപ്പം എന്താണ് 5-ാം തീയതിയാണ് നമ്മുടെ മോർണിംഗ് മെഡിറ്റേഷന് ശേഷമായിരിക്കും സെഷൻ ഉണ്ടാവുക. വെറും 199 രൂപയ്ക്ക് അത്രയും സംഭവങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങളുടെ അഡ്മിനുമായിട്ടോ അല്ലെങ്കിൽ CC ആയിട്ടോ ഒക്കെ ഒന്ന് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ടൈമിംഗ് ചോദിക്കാം. എങ്ങനെയുണ്ടാവും? എത്ര ടൈം ഉണ്ടാവും? അതൊരു മാക്സിമം 2 hours. ഓക്കെ, 3 ദിവസം 2 hours അല്ലേ? യാ. അപ്പം ഇവിടെ നമ്പർ അയക്കണോ? GPay നമ്പർ അയക്കണോ? അല്ലെങ്കിൽ അഡ്മിനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യോ? ജോയിൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ആഗ്രഹിക്കുന്നവർ. എന്തായാലും മണി എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. നമ്പർ ഒന്ന് അവിടെ സെൻഡ് ചെയ്താൽ. ഓക്കെ, ഞാൻ ശരത് സാറ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം സാറുമായിട്ട് കണക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് സെൽഫ് ലവ് അതിലേക്ക് നാളെ അടിപൊളി ടാസ്കുമായിട്ട് വരും. എല്ലാവരും ഇത്രയും ദിവസം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നാളെ ഷെയർ ചെയ്യണം കേട്ടോ. ചില സെഷൻസ് ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ചോദിച്ച് മേടിക്കാം. ഓക്കെ, എന്നിട്ടത് ഈ ഒരു 7 days മാത്രം ചെയ്താൽ പോരാ. എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ എപ്പോഴും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും നമ്മളെ ഫ്രണ്ട്, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും സങ്കടത്തിലാണെങ്കിൽ നമ്മളത് കാണാതെ ഒളിഞ്ഞിരിക്കോ? ഇല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യാ? അവരെ കൂട്ടിപ്പിടിച്ചിട്ട് സാരല്ല, ഒക്കെ ശരിയാവും എന്നൊക്കെ പറയൂലേ? അതുപോലെ ഏതൊരു ഘട്ടത്തിലൂടെ, സന്തോഷത്തിലാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കൂലേ? അപ്പൊ ഏറ്റവും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പം 8078. ഓക്കെ, ഇതാണ് കേട്ടോ നമ്പർ. സാറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പം എന്താണ്, ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ ടാസ്ക് ഒരു അടിപൊളിയായിട്ട് തോന്നുന്നില്ലേ? ഒന്ന് പറഞ്ഞേ. ഇത് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഹലോ മാം, എനിക്ക് 33 വയസ്സുണ്ട്. അതില് 3 വർഷമായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കരമായിട്ട് അടിപൊളിയാണ് ലൈഫ്. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങള്, നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് സെൽഫായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിപ്പോ എനിക്ക് വേണ്ടി വാങ്ങിയാല് അതൊരു ഗിഫ്റ്റ് കൊടുക്കണ പോലെ ഒരു കവറിലൊക്കെ പൊതിഞ്ഞ് അത് എനിക്ക് തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എനിക്ക് തന്നെ ഞാൻ കൊടുക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതെനിക്ക് വേറൊരാള് തന്നതിനേക്കാണ് എനിക്കത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നലുണ്ട്. വേറെ ആരൊക്കെയോ എനിക്ക് ഗിഫ്റ്റ് തരലുണ്ട്, നമ്മളെ പാരന്റ്സ്, ഹസ്ബൻഡ്, അങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് ഗിഫ്റ്റ് തരലുണ്ട്. പക്ഷെ അതിനേക്കാളും മേലെ ഞാൻ എനിക്ക് വേണ്ടി, കാരണം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഒരു നമുക്ക് ഗിഫ്റ്റ് തരുന്നത്. പക്ഷെ നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് ഗിഫ്റ്റ് ചെയ്യുക. അത് കുഞ്ഞു കുഞ്ഞു സാധനം, ഇപ്പൊ വലിയതൊന്നും അല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെയ്യാത്ത ആളുകള് ചെയ്തു തുടങ്ങിക്കോളി. കാരണം അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ആ പറയണത്. 3 വർഷമായിട്ട് ഇപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ് എനിക്ക് ഇന്നില് ഒരു സന്തോഷമുണ്ട്. അതുപോലെ ഇനിയിപ്പോ ഡ്രസ്സ് വെയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ അത് പുറത്തേക്കൊന്നും ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊന്നും ചിലപ്പോ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സ് വെയർ ചെയ്യാം,
നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക. ഞാനൊക്കെ എന്റെ ഒക്കെ ഒരു സ്വഭാവം എന്താ വെച്ചാല്, ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ വീട്ടിൽ ആരും ഇല്ല എങ്കിൽ, അഥവാ ഹസ്ബൻഡ് ഇല്ല മക്കളില്ല എങ്കിൽ, നല്ലൊരു ഫുഡ് പോലും ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്തെങ്കിലും കുറച്ച് കഞ്ഞിയോ പയറോ വെച്ച് അന്തസ്സായിട്ട് അവിടെ ഇരിക്കുക, ഒരു തരം മടിയായിരുന്നു. പക്ഷെ ഇപ്പോ സെൽഫ് ലവ് ഉള്ളതിന്റെ ശേഷം എനിക്ക് എന്ത് ഫുഡാണോ ഇഷ്ടം ആ ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിക്കും. അതെനിക്ക് നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ഫുഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഫുഡ് നന്നായിട്ട് കഴിക്കും, ഒരുപാട് കഴിക്കില്ല, വെറൈറ്റികൾ പരീക്ഷിക്കാനും വെറൈറ്റി ഫുഡ് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഇഷ്ടം ഞാന് മറ്റുള്ളവർ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഉണ്ടാക്കണ എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും, പ്രത്യേകിച്ച് മധുരങ്ങളോ എന്തായിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു മെത്തേഡുകളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ മാം മാഡം പറഞ്ഞപ്പോ EFT കഴിഞ്ഞതാണ് അല്ലേ? EFT കഴിഞ്ഞതാണോ? EFT കഴിഞ്ഞതാ? അല്ല, EFT ചെയ്തിട്ടില്ല. ഇല്ല. ഞാൻ നോർമലി ഇതിങ്ങനെ സൈക്കോളജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കോഴ്സിലും ഇതിലൊക്കെ ഇങ്ങനെ പഠിച്ച് അങ്ങനെ എത്തിയതാണ്. അപ്പോഴാണ് സെൽഫ് ലവിനെ കുറിച്ച് അറിഞ്ഞത്. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ അത് കിട്ടിയപ്പോ ഓക്കെ ഭയങ്കര മാം. സന്തോഷമുണ്ട്. പിന്നെ മാം പറഞ്ഞപ്പോ എനിക്ക് എന്താണെന്നറിയോ, നമ്മളെ ക്യാച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വന്നതുകൊണ്ടാട്ടോ ഞാൻ ഇതില് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ പറഞ്ഞത്. താങ്ക് യു മാം, അതൊന്ന് ഓർമ്മപ്പെടുത്തിയതിനും. താങ്ക് യു സോ ഇങ്ങനെ മച്ച്. ഞാനൊന്ന് നിങ്ങൾ ഇത് നോക്കിയതിനും. ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് പലപ്പോഴും പലർക്ക് എന്നാലും ഞാൻ പറയുമ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ എന്താണ് ഏതാണ്. മാം കൂടെ പറഞ്ഞപ്പോൾ അത് വളരെ ക്ലിയർ ആയി. തീർച്ചയായിട്ടും മാം EFT കൂടെ ചെയ്യണം. അപ്പം ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഈ എന്തോ ഒരു മെസ്സേജ് കണ്ടല്ലോ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. എന്നാലും ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സും ഇതൊക്കെ കിട്ടും കേട്ടോ. അത് ഇല്ലാന്ന് വെച്ചിട്ടൊന്നും വിഷമിക്കണ്ട. നമ്മളെ ഫ്രണ്ടിനോട് നമ്മൾ കുറേ പ്രാവശ്യം പറയാണ് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആള് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, സമയമായിട്ടില്ല. പക്ഷെ പറയണത് നിർത്തി അവിടെ കഴിഞ്ഞു, നിർത്തണ്ട കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ജസ്റ്റ് എന്താ ഒന്ന് നമ്മൾ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു റിഫ്ലക്ഷൻ കാണുമ്പോൾ ഹായ് ഐ ലവ് യു, ഹായ്, വെറുതെ ഒരു 100 ടൈംസോ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ. അപ്പം എന്നിട്ട് എന്താ പറയാ, ഈ ഒരു റെക്കോർഡിങ്സ് ചോദിച്ച് മേടിക്കുക. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഫീഡ്ബാക്കുകളൊക്കെ ഷെയർ ചെയ്യുക. നാളെ അടിപൊളിയായിട്ട് ഇതിൻ്റെ എല്ലാ ഫീഡ്ബാക്കും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അബണ്ടൻസ് മാസ്റ്ററി മറക്കണ്ട, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷനാണ്. അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ. താങ്ക് യു. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ഓക്കെ. Have a nice day, ma'am. Thank you, ma'am. സെഷനൊക്കെ Have a nice day എൻജോയ് all. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? വളരെ Thank അപ്രീഷിയേറ്റ്. Thank you, ma'am. Have a nice day. ഓക്കെ, Thank ശരി. you. ഓക്കെ, താങ്ക് യു താങ്ക് യു. മാം. Thank you very much. Thank you for valuable time for 24 hours. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി.